ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതു അന്യഹൃതച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അംശാ ധാമ്നാ സ്വേന സദാ നിരസ്തോകം സത്യം പരം ധീമഹി. ധർമാ പ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരിരീശ്വരഃ സദ്യോ ഹൃദ്യ അവരുദ്ധതേ അത്ര ത്രിഭിः ശുശ്രൂഷിരീ ദക്ഷണാത്. നിഗമതകൽപ്പതരോഗരിതം ഫലം സുഖമുഖാത് അമൃതരവ സംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. സൂതയുവാച യം പ്രവർജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രീതി തന്മയതയതരവോ അഭിനീതു സംസർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്സാനുഭാവം അഖിലശ്രുതിസാരമേകം ആധ്യാത്മദീപം മതിതീക്ഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനം ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. മൂകം കരോതി വാചാരം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീര. ഓം തത്സത്. ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ ഭക്തന്മാരെ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ദണ്ഡവ പ്രണാമം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ക്ലിയർ ആണ് പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തൊക്കെയാ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെ ചർച്ചകളാണ് ക്ലാസ്സുകൾ നടന്നത്? എങ്ങനെയായാലും കുഴപ്പമില്ല, പറയാം. ഈ ക്ലാസ്സുകൾക്ക് ശേഷം പരസ്പരം ഫോൺ ചെയ്യാറുണ്ട്. അതായത് ആ സബ്ജക്റ്റിനെ ഡിസ്കസ് ചെയ്യാൻ. ഇനി അതല്ല, ക്ലാസ്സിൽ ഏതെങ്കിലും കാരണവശ കഴിഞ്ഞാൽ വരാത്തവരുണ്ടെങ്കിൽ അവര് ഈ ക്ലാസ്സിന് ശേഷം എത്ര പേരെ വിളിച്ചിട്ടുണ്ടാവും, എന്താണെന്ന് നടന്നത്, അല്ലെങ്കിൽ ഇന്ന് പ്രസാദത്തിന് എന്തോ ഉണ്ടായിരുന്നു, ഞങ്ങളെ കഥ വിളിച്ച് ചോദിക്കുന്നു, ഇന്ന് പ്രസാദത്തിന് എന്തോ ഉണ്ടായിരുന്നു, വലിയ സങ്കടമാ പോയില്ലെങ്കിൽ. എന്തിനാ? പ്രസാദം കിട്ടിയിട്ടില്ല, ഇന്ന് നല്ല വിഭവങ്ങളായിരിക്കും ഉള്ളത്, ഇന്നാരുടെ വീട്ടിലാണ് അല്ലെങ്കിൽ ഇന്നിടത്താണ് സത്സംഗം ഉള്ളത്, അപ്പം പോകാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ വിളിച്ചു ചോദിക്കും, എന്തായിരുന്നു ഉണ്ടാകുക? എത്ര പേരിങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും? ചോദിക്കാറുണ്ട് പ്രഭു. വെരി ഗുഡ്, നന്നായി. ചോദിക്കാറുണ്ട് പ്രഭുജി. ഇത് വേണം. അതുകൊണ്ടാണ് ഞാൻ അനന്തപത്മനാഭ ശ്രേഷ്ഠരായ ഭക്തരെന്ന് പറയുന്നത്. അത് നല്ല ഒരു ഭക്തന്റെ ലക്ഷണമാണ്. ഇന്ന് എന്താണ് സംഭവിച്ചത്, എന്ത് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. പ്രസാദത്തിൽ എന്തോ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഇതൊക്കെ വേണം. അപ്പം എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നത്? പ്രഭുജി ഹരിനാമ കീർത്തനത്തെ കുറിച്ച് ഇതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ താപസ്യയുടെ 4 തത്വങ്ങൾ എന്ന ശൗചം, സത്യം, അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് യമനിയമങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു. ആ ദൈവിക സമ്പത്തിന്റെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആസുരീയ സ്വഭാവം. മനുഷ്യർ 2 വിധത്തിലേ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. അതുപോലെ പൂർവികരുടെ കർമ്മഫലത്തെ കുറിച്ചൊന്ന് പറയാം, അത് നമ്മളെ ബാധിക്കുന്നത്. അത് പറഞ്ഞിരുന്നില്ല, അങ്ങനെ സബ്ജക്ട് ഉണ്ടായിരുന്നു, ഞാൻ അത് മറന്നുപോയി. ഓക്കെ, ഇടയ്ക്ക് ഒന്ന് മെസ്സേജ് ഇടണ്ടേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പൊ നമ്മള് അത് സബ്ജക്റ്റ് അല്ലായിരുന്നു, ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ,
ഇതിനായിരുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. പ്രഭു വല്ലതും കണ്ടുപിടിച്ചോ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചോ? അത് ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കാരണം അതായത് എന്തുവാണ് പൂർവികരുടെ ചോദിച്ചത്? കർമ്മഫലം പ്രഭുജി നമുക്ക് എങ്ങനെ ദശരഥ വരുന്നുവെന്ന്. ദശരഥ മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞു, അപ്പോഴാണ് പ്രഭുജി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഹരേ കൃഷ്ണ. ആ ഹരേ ആ കൃഷ്ണ. അത് പറഞ്ഞതിന് ശേഷമാണ് ദശരഥ മഹാരാജന്റെ കഥ പറഞ്ഞെന്ന് തോന്നുന്നു. അത് തന്നെ പറഞ്ഞു. ചോദിച്ചു പക്ഷേ അത് എങ്ങനെ ചോദിച്ചതിന് ശേഷം. സംഭവിക്കുന്നുള്ളു, കാരണം നമ്മുടെ അടുത്ത് എങ്ങനെ വരുന്നു ആ ഫലം, അതിനെപ്പറ്റിയായിരുന്നു ആ ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് വിഷയം, അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം പ്രഭു ചോദിച്ച ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞാല് പൂർവികരുടെ കർമ്മഫലം എങ്ങനെ നമ്മൾ എടുത്തു വരുന്നു എന്നുള്ളത്, അല്ലേ? അല്ലേ? അതേ പ്രഭുജി, അതിന്റെ കാരണം എന്താണ്, എങ്ങനെ നമ്മുടെ അടുത്ത് വരുന്നു? അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആ സംശയം വന്നത്, അല്ലെങ്കിൽ ആ ചോദ്യം? അതായത് നമ്മുടെ കർമ്മഫലം നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കർമ്മത്തിന്റെ 4 തട്ടില് വരികയും ചെയ്യും. അത് നമ്മുടെ അടുത്തേക്ക് എങ്ങനെയാ വരുന്നത്, അതായത് നമ്മുടെ ഭക്തിരസാസിന്ധുവില് അനിരുദ്ധൻ പ്രഭു അതിന്റെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ആ അപ്പൊ അന്നേരം ആ സംശയം വന്നു. ആ സംശയം അങ്ങനെ കിടന്നു. അപ്പൊ അങ്ങനെ അല്ല, വരുമ്പോ അപ്പൊ ഈ ആ പ്രഭു എന്താണ് പറഞ്ഞത്? ഇല്ല, ആ സംശയം പ്രഭുവിനോട് ചോദിച്ചില്ല. കാരണം കർമ്മത്തിന്റെ കാര്യത്തെപ്പറ്റി പ്രഭു ഇങ്ങനെ വരും, കാരണം ഇടയ്ക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം ഒരു സബ്ജക്റ്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അവിടെ ചോദിച്ചില്ല. അപ്പൊ ഇവിടെ ഈ പൂർവികയുടെ കർമ്മഫലം എങ്ങനെ വരുന്നു എന്നുള്ള കാര്യത്തിന് ഏത് രീതിയിലാണ് നമ്മളെ അത് എങ്ങനെ അർഹനാവുന്നു ആ ഫലത്തിന്, അതിന്റെ തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം അറിയണമായിരുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയും ജ്ഞാനപ്പാനയുമായിട്ട് എത്ര പേര് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മളെല്ലാവരും ജ്ഞാനപ്പാന വായിക്കുന്നവരോ, പ്രത്യേകിച്ച് മലയാളികൾ ജ്ഞാനപ്പാന അറിഞ്ഞിരിക്കണം, വായിച്ചിരിക്കണം. വായിച്ചിരിക്കണം എന്നുള്ളതല്ല, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അതൊരു സംശയമില്ല കാര്യത്തില്, അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ആണോ അല്ലേ? അതേ പ്രഭുജി, വളരെയധികം ബന്ധമുണ്ട് ജ്ഞാനപ്പാനയും ഭഗവത്ഗീതയായിട്ട്. ഓരോ ലൈനും അതിനകത്ത് മലയാളത്തിൽ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അത് ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ജ്ഞാനപ്പാന പറയുമ്പോഴത്തേക്കും അത് ആ തലത്തിലേക്ക് നമ്മൾ പോകുന്നത്. സന്തോഷം, സന്തോഷം പോകും. അവര് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഗുരുശിഷ്യ ബന്ധം വന്നപ്പോഴാണ് ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമുക്ക് ഗുരുശിഷ്യ ബന്ധം ഉണ്ടാകണം, ഭക്തിയുത സേവനത്തിലേക്ക് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുരുവിനെ കൂടിയേ തീരൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇതിലെ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ, പ്രഭു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം, ഇതെല്ലാം ജ്ഞാനപ്പാനയിൽ ഒരു പ്രത്യേക ഭാഗത്തും ആ ഭാഗത്തിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ ഒരു പ്രത്യേക ഭാഗത്തും ഉണ്ട്. അതായത് ദേവാസുര വിഭാഗ യോഗത്തിലെ 19, 20 ശ്ലോകങ്ങളെല്ലാം ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ എടുത്താട്ട് ഭഗവത്ഗീത 13-ാമത്തെ അധ്യായം എടുത്താട്ട്. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എടുത്തോ? 13-ാമത്തെ അധ്യായം. 13. അപ്പം അതിലെ ജസ്റ്റ് 18-ാമത്തെ ശ്ലോകത്തൊന്ന് നോക്കാം എന്തായാലും. അതും കൂടെ നോക്കിയതിന് ശേഷം, ഒന്ന് വായിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം പരദേഹേഷു പ്രതിഷ്വന്തോ അഭ്യസൂയകാഃ. അഹങ്കാരം ബലം ദർപ്പം പ്രഭു ശ്ലോക നമ്പർ ശ്ലോകം നമ്പർ 18. 13-18 അല്ലേ പ്രഭു? അത് ജ്യോതിഷാമി. അല്ല, സോറി, ഹരേ കൃഷ്ണ, തെറ്റുപോയി. 16 18, ക്ഷമിക്കണം. 16 18, 13 16 18. അഹങ്കാരം ബലം ദർപ്പം കാമം
ക്രോധം ച സംശ്രിതാഃ മാം കൃഷ്ണ ആത്മപരദേഹേഷു. ആ വായിച്ചാട്ടെ. ഉറക്കെ വായിച്ചു. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതഃ മാമാത്മര മാമാത്പരമദേഹേഷു പ്രദിശന്തോപി സൂയകാ. കൃഷ്ണ. മാം ആത്മപരദേഹേഷു. മാമാത്മപരമദേഹേഷു. ഹരേ ആ കൃഷ്ണ. ക്രോധം ച സംശ്രിതാഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം ആത്മപരദേഹേഷു പ്രതിഷ്യന്തു അഭ്യസൂയകാഃ. അതിന്റെ വിവർത്തനം ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. അസുരന്മാരുടെ അഹങ്കാരം ബലം ഗർഭം വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദ കീ ജയ് അല്ലെങ്കിൽ ശീല പ്രഭുപാദ കീ ജയ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് വിവർത്തനം വായിക്കാൻ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർക്ക് ജയ്. അസുരന്മാർ മിഥ്യാഹങ്കാരം ബലം ഗർഭം കാമം ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു. ഹരേ കൃഷ്ണ. ശരിയായ ധർമ്മത്തെ ധർമ്മത്തെ പഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ അവഗണിക്കുന്നു, ഇഗ്നോർ ചെയ്യുന്നു, ഒരു ചുളിഞ്ഞ മുഖത്തോടെ നോക്കുന്നു. ചുളിഞ്ഞ മുഖം എന്ന് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന പ്രഭുപാദരുടെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മുഖം ഒരു വല്ലായ്മയോടെ, മുഖം ചുളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അധിക സമയം നിൽക്കരുതെന്നാണ് പറഞ്ഞത്. ഇപ്പം ചുളിവ് പലതരത്തിലുണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ സാമ്പത്തികമായിട്ട് മുന്നേറുന്നു. ആ മുന്നേറ്റത്തിൽ അതിൽ അഹങ്കാരം കൊള്ളുന്നു. ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ്, മറ്റുള്ളവർക്ക് എന്താ സ്ഥാനം, ഞാൻ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട്, എനിക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട്. നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ, അത് വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആത്മീയതയിലാണെങ്കിലും ഭൗതികമായിട്ട് ഏതെങ്കിലും മേഖലയിലാണെങ്കിലും ഉന്നതമായ ഒരു നിലവാരം പുലർത്തുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുകമ്പ കൊണ്ട് മാത്രമാണ് കാര്യം. നമ്മളെക്കാൾ കഴിവുള്ളവർ ഈ തലങ്ങളിൽ ഒരുപാട് പേരുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ളവർ, നമ്മളെക്കാൾ മനോഹരമായിട്ട് ജോലി ചെയ്യുന്നവർ, നമ്മളെക്കാൾ മനോഹരമായി പഠിച്ച് മാർക്ക് നേടിയിട്ടുള്ളവർ, നമ്മളെക്കാൾ മനോഹരമായി ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നവർ, ഇവരെല്ലാം ഒരുപാട് തരങ്ങളിലുണ്ട്. പക്ഷേ ഭഗവാന്റെ അനുകമ്പ കൊണ്ട്, ഈ പറഞ്ഞതുപോലെ മുൻ ജന്മത്തിലെയോ പൂർവിക ജന്മത്തിലെയോ സുഹൃതം കൊണ്ട് നമ്മളോട് ഭഗവാൻ അനുകമ്പ കാണിക്കുമ്പോൾ നമ്മൾ അതിൽ മതിമറക്കാനോ അഹങ്കരിക്കാനോ പാടില്ല എന്നർത്ഥം. അതാണ്. സുധാമയ്ക്കെല്ലാം കിട്ടി. സുധാമ ഓടി നേരെ കരഞ്ഞുകൊണ്ട് സുധാമ പൂജാമുറിയിലേക്ക് ചെന്നു. ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ഈ അങ്ങയെക്കുറിച്ച് എന്തെല്ലാമാണ് ചിന്തിച്ചിരിക്കുന്നത്. അങ്ങ് തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, ഈ സമ്പത്തുകൾ, ഈ ഐശ്വര്യങ്ങൾ, കൃഷ്ണ ഭഗവാനെ അങ്ങേ സ്മരിക്കാൻ ഇടവരുത്തണം. അത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഈ സമ്പത്തും ഐശ്വര്യവും അനുഗ്രഹവും ഒന്നും എനിക്ക് വേണ്ട സുധാമ, ഞാൻ ആ പട്ടിണിയോടെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. സാഷ്ടാംഗം പ്രണമിച്ചു, നിലവിളിച്ചു. ഇതായിരിക്കണം നമ്മുടെ ചിന്തകൾ. എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് വരുത്തിയാൽ മതി എന്നുള്ളതല്ല. ഏതൊരു ഉന്നത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലും ഭഗവാനെ കൃഷ്ണ, ആ വാക്കെനിക്ക് എപ്പോഴും സ്മരിക്കാൻ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിക്കാൻ സാധിക്കണമേ എന്നുള്ളത് എൻ്റെ മനസ്സിൽ, എൻ്റെ കുഞ്ഞുനാളിൽ പതിഞ്ഞ 2 രംഗങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒന്ന് അച്ഛൻ പറഞ്ഞു കേട്ടത്, 2 നേരിട്ട് കണ്ടത്. അവര് പ്രോഗ്രാമിന് പോവുകയാണ് പുനലൂര്. ഒരിടത്ത് ഒരു വണ്ടി നിർത്തി വിശ്രമിക്കാൻ. ആ ഫുട്പാത്തിൽ വളരെ മനോഹരമായിട്ട് ഒരാളിരുന്ന് ഓടക്കുഴൽ വായിക്കും.
എത്ര സാധ്യമായ നല്ല സംഗീതം ഒഴുകി വരികയാണ്. പക്ഷേ അദ്ദേഹം 1 രൂപ 2 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്ന് വായിക്കുന്നത്. പ്രൊഫഷണലായിട്ട് വായിക്കുന്നവരെക്കാൾ എത്രയോ നല്ല മനോഹരമായിട്ടാണ് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് വായിച്ചത്. ഇത് വീട്ടിൽ വന്നിരുന്ന് വളരെ വിഷമത്തോടെ പറയുമ്പം അതെന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഇന്നും അത് ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 92 93 94 കാലഘട്ടത്തിലായിരുന്നു സംസ്ഥാന കലോത്സവം എറണാകുളത്ത് നടക്കുന്ന സമയത്ത്. അവിടെ ഒരു കുട്ടി, ഞാനിത് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല ബ്രോ, പറ. കേട്ടിട്ടില്ല. ഒരു കുട്ടി അവിടെ വെറുതെ ഇങ്ങനെ ചാടി ക്ലാസ് റൂമുകളിലേക്ക് ചാടി ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ടുണ്ടല്ലോ. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടായിട്ട് പലരും ഇങ്ങനെ വന്നിരിക്കുകയാണ്, പല പ്രോഗ്രാമിനായിട്ട്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഒരു കുട്ടി, അന്നത്തെ സമയമാണ്, കാലഘട്ടം, ഒരു നിക്കറും ഇട്ടുകൊണ്ട്, അത്ര നല്ല വസ്ത്രമല്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ തന്നെ, ഇങ്ങനെ ആ ക്ലാസ്സുകളിൽ ചാടിക്കാരി കയറി ഒരു തബലയിലാണെങ്കിലും മൃദംഗത്തിലാണെങ്കിലും എടുത്ത് കൊട്ടിയൊക്കെ ഇങ്ങനെ തട്ടി നടക്കും. ഇപ്പം അച്ഛനൊക്കെ ഇരിക്കുന്ന ആ ക്ലാസ് റൂമിൽ വന്നപ്പം ഞാൻ തട്ടിയപ്പം അച്ഛൻ വഴക്ക് പറഞ്ഞു ഓടിച്ചു. അപ്പം ശബ്ദം കൊണ്ടല്ല, ഇങ്ങനെ ദേഷ്യം, മുഖം അങ്ങനെ പോയി വിരട്ടി ഓടിച്ചു. കുറെ സമയങ്ങൾക്ക് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം, മൈക്കിലൂടെ നല്ല സുന്ദരമായി തബല വായിക്കുന്ന ഒരു സൗണ്ട്, നല്ല രസത്തിൽ വായിക്കുന്നു, വളരെ മനോഹരമായിട്ട്. നോക്കിയപ്പോൾ ഈ കുട്ടി മത്സരത്തിന് വായിക്കുക. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ല. എവിടുന്നോ കടമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന തബല എടുത്തുകയാണ് ആ കുട്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ സ്വന്തമായിട്ടുള്ള, അതായത് ഈ ഭൗതിക ദേഹം കൊണ്ടുള്ളയോ മിഥ്യാഭിമാനം കൊണ്ടുള്ളതുമായുള്ള കഴിവ് കൊണ്ടൊന്നുമല്ല നമ്മൾ ഈ നേട്ടങ്ങളെല്ലാം നേടുന്നത്. അത് ഭഗവാന്റെ അനുകമ്പ കൊണ്ട് മാത്രമാണ് എന്നുള്ള ചിന്ത നമ്മൾ നോക്കണം. ഇവിടെ പറയുന്നു, അഹങ്കാരം, ബലം, അസുരന്മാർ മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന. ഇത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഏകദേശം 1, 2, 3 വർഷങ്ങൾക്ക് മുമ്പ്, വേറൊന്നും വിചാരിക്കരുത്, ഞാൻ ഉദാഹരണം മാത്രം പറയുന്നതാണ്. നമ്മുടെ ഒരു ഭരണാധികാരി ഒരു പ്രാർത്ഥനയിൽ ആ വേദിയിലുള്ള തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് അവിടെ ഇരുത്തി. എഴുന്നേക്കണ്ടു, താൻ അവിടെ ഇരിക്കണു എന്ന് പറയുമ്പം അതാണ് ആ കറക്റ്റ് ഉദാഹരണമായിട്ട്. സംഭ്രാന്തരായി തങ്ങളുടെയും മോഹവലയത്തിൽപ്പെടുന്നതാണ്. ഇവിടെ നേരെ സംഭ്രാന്തരായി എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ളൊരു ശ്ലോകമുണ്ട്. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഹ, 16ാമത്തെ ശ്ലോകമാണ്. തൊട്ട് മുമ്പുള്ള അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരേ അശുചൗ. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി വളരെ സുഖം അനുഭവിക്കുന്നു, ഇന്ദ്രിയങ്ങൾക്ക് വളരെ സുഖം കിട്ടുന്നു, അങ്ങനെ സ്വന്തമായിട്ട് അഹങ്കരിക്കുന്നു. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? അങ്ങനെ വരുമ്പോൾ വന്ദിതന്മാരെ കാണുമ്പോൾ വന്ദിക്കുന്നില്ല, എഴുന്നേക്കേണ്ടിടത്ത് പൂജനിക്കേണ്ടിടത്ത് എഴുന്നേക്കുന്നില്ല എന്ന് മാത്രമല്ല, സംഭ്രാന്തരായി തങ്ങളുടെയും പിന്നെന്താ അന്യരുടെ ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോടും, അതായത് എന്നോട് തന്നെ മാത്രമല്ല അടുത്തിരിക്കുന്ന ആളോടും അവിടെ ഇരിക്കടോ എന്ന് പറയും.
മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നിട്ട് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. താനകം ദിശത ക്രൂരാൻ. ആർക്ക് വായിക്കാം? 19ാമത്തെ ശ്ലോകം. എന്നിട്ട് നമുക്ക് 20 വരെ നിൽക്കാം. വായിക്കട്ടെ പ്രഭു. വായിച്ചാട്ടെ. താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാനാം ശ്രീഷേവ യോനിഷു. ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭു. താനകം ഒന്നുകൂടെ വായിച്ച ശ്ലോകം. താനകം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാനാം ക്ഷിപാമ്യജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു. അശുഭാനാം എന്നല്ല, അശുഭാൻ. അശുഭാൻ ചേർത്ത് എഴുതുമ്പോഴാണ് അങ്ങനെ വായിക്കുന്നത്. ശിവാമജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതിക്ക് ജയ്. ഈർഷ്യാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യാധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ ആസുര യോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഭു മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് പ്രഭു. സംഭവം അതിനോട് ഏതാണ്ടൊക്കെ അടുത്ത് വരുന്നു. എന്റെ സംശയം തീർക്കാൻ ഏതാണ്ടൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ കുറെ വായിച്ചായിരുന്നു ഇതിനകത്തുനിന്ന്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുന്നത്, ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. പ്രഭുവിന്റെ മുമ്പിൽ വെക്കുകയാണ് ഞാൻ. അതായത് ഈ പറയുന്ന ആസുരീ ഭാവത്താൽ അല്ലെങ്കിൽ തമോ ഗുണ രജോ ഗുണത്താൽ നമ്മൾ ജനിക്കുന്ന യോനി, അതായത് നമ്മൾ ഏത് യോനിയിൽ ജനിക്കുന്നു ആ ഗുണത്താൽ താപത്രയങ്ങളിലെ 2ാമത്തെ ഭാഗം, അതായത് അതിദൈവം. അതിദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരോ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മളുടെ ദേവന്മാരാൽ നമുക്ക് വരുന്ന ആ താപത്രയങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പൂർവികർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമുക്ക് വരുന്നത് താപത്രയങ്ങളിൽ 2ാമത്തെ ഭാഗത്തിലൂടെ. അതാണോ പ്രഭു? പൂർവികരെന്ന് പറഞ്ഞാൽ അതിന്റെ അംശമായിട്ടാണ് അടുത്ത ജന്മത്തിലോട്ട് വരുന്നത്. അംശം എന്നുള്ളല്ല, അതിന്റെ പരിണിത ഫലമായിട്ടാണ്. നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ പൂർവികരെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ജന്മത്തിൽ പൂർവികരെന്ന് പറയുന്നു. പക്ഷേ പൂർവ്വജന്മത്തിന്റെ ഇതുപോലുള്ള ഗുണത്തിന്റെയും ദോഷത്തിന്റെയും ഭാഗമായിട്ടാണ് അടുത്ത യോനിയിൽ നമ്മൾ ജനിക്കുന്നത്. പക്ഷേ നമ്മൾ പൂർവ്വസ്മരണ ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ പൂർവ്വജന്മം എന്ന് പൂർവികർ എന്ന് വിശേഷിപ്പിക്കുന്നു. നമുക്ക് അവരോട് യാതൊരു ബന്ധമില്ല. പൂർവികർ എന്ന് മാത്രമുള്ള വിശേഷണം മാത്രമേ വരുന്നുള്ളൂ. ശരിയല്ലേ? തന്നെ കർമ്മം തന്നെയാണ് അത്. എന്തോ നമ്മുടെ മുൻജന്മത്തിലുള്ളത് നമ്മൾ അത് ബാധിക്കില്ലേ നമ്മളെ ഈ ജന്മത്തിൽ? പറഞ്ഞു വന്നത് പൂർവികർ എന്ന് പറയുന്നത് അതാണ്. പൂർവികർ എന്ന് പറയുന്നത് നമ്മുടെ മുൻജന്മം തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ പൂർവികരായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന്റെ ബാക്കിയായിട്ടാണ്. അപ്പൊ അവിടെയാണ് വീണ്ടും ജാനപ്പാന വരുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം കൂടെ നോക്കിയിട്ട് നമുക്ക് ജാനപ്പാനയിലോട്ട് പോവാം. ഈർഷ്യാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യ അധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ അവിടെയാണ് ഭൗതിക ജീവിത സാഗരത്തിലെ ആസുര യോനികളിൽ തന്നെ ഞാൻ വീണ്ടും 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 ജനിപ്പിക്കുന്നു. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുഷ്ടാരേ കൃപയാ പാരേ പാഹി മുരാരേ. ശങ്കരാചാര്യർ റിയലൈസ് ചെയ്ത് പറഞ്ഞിട്ട് പോയതാണ് ഇങ്ങനെ. ഭജ ഗോവിന്ദം. അതുകൊണ്ട് മൂഢന്മാരെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇവിടെ വീണ്ടും പറഞ്ഞു, ഈശ്വരക്കളും ദുർബുദ്ധികളുമായി മനുഷ്യാധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ നേരം?
അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മൾ പരിശുദ്ധരാകുക അല്ലേ പ്രഭുജി? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഭൗതിക ജീവിത സാഗരത്തിലെ ആസുര യോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു എന്ന് പറയുമ്പം ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? പുറത്തു കിടക്കണം. അതിൽ വരാതിരിക്കണം. അതിൽ നിന്ന് പുറത്തു കടന്ന് നമുക്ക് നമ്മുടെ യഥാർത്ഥ ധാമത്തിലേക്ക്, യഥാർത്ഥ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇല്ലേ? ശരിയല്ലേ? ആണോ? അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത്? അത് തന്നെ ഭാഗവതം ഡയറക്റ്റ് ആയിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? ധ്യാനശ്ലോകമാണ്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി. കൃഷ്ണ ഭഗവാനെ, ഞാൻ ഈ സംസാര സാഗരത്തിൽ, ഭൗതിക സാഗരത്തിൽ കിടക്കുകയാണ്. ദീനം മാം കരുണാനിധി, കരുണാകര ഭഗവാനെ, ദയാലു. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മ ഗ്രാഹീതാംഗം മാം ഉദ്ധാർ ഭവാർണവാ. എന്നെ ഉദ്ധരിക്കണമേ ഭവാർണവാ. ഈ ഭൗതിക സാഗരത്തിൽ നിന്നും, ഈ ക്ലേശങ്ങളിൽ നിന്നും എന്നെ എടുത്തു പൊക്കി കൊണ്ടുപോകണമേ എന്നാ പറയുന്നു. മാം ഉദ്ധാർ ഭവാർണവാ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി ശ്രീകൃതോസി മയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരേ. മുക്തിയർത്ഥം ഭവസാഗരേ. ഈ ഭവസാഗരത്തിൽ നിന്നും, ഭൗതിക സാഗരത്തിൽ നിന്നും ഭാഗവതം നമ്മളെ എന്ത് ചെയ്യുന്നു? ഉദ്ധരിക്കുന്നു. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി ഇരിക്കുന്നതാണ്. കൃഷ്ണന്റെ പ്രത്യക്ഷ ഭാവമാണ് ശ്രീമദ് മഹാഭാഗവതം. അക്ഷരാവതാരം. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഇവിടെ ഈശാചുക്കൾ, ദുർബുദ്ധികളായ മനുഷ്യാധവന്മാരെ ഭൗതിക ജീവിത അപ്പൊ നമ്മുടെ ഉദ്ദേശം തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ഈ ആസുരി പ്രകൃതിയുടെ അടുത്ത സ്വഭാവം കൂടെ നമുക്ക് നോക്കാം. ആസുരിം യോനിമാപന്ന. ആ ശ്ലോകം കൂടെ ഒന്ന് വായിച്ചാട്ടെ. എന്നിട്ട് നമുക്ക് അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രാപൈവ കൗന്ദേയ തദോ യാന്തി ധമാം ഗതിം. എന്താ പറഞ്ഞ? ആസുരീം യോനിമാപന്ന. അത്തരത്തിലുള്ള ആസുരീം യോനിമാപന്ന, അങ്ങനെയുള്ള ആ വിധത്തിലുള്ള ആ പ്രകൃതക്കാരെ ഞാൻ എന്ത് ചെയ്യും? ആസുരീം യോനിമാപന്ന, അങ്ങനെ ആസുരീകമായ യോനികളിൽ ഞാൻ കൊണ്ടെത്തിച്ചിട്ട്. മൂഢാ ജന്മനി ജന്മനി. ഇത്തരത്തിലുള്ള നരാധമന്മാരെ, റാസ്കൽസിനെ ജന്മനി ജന്മനി, ജന്മങ്ങൾ തോറും, ഓരോ ജന്മവും പല വിധത്തിൽ, മാം അപ്രാപ്യവ കൗന്ദേ, എന്നെ പ്രാപിക്കാത്ത രീതിയിൽ, അവരങ്ങനെ പ്രാപിക്കത്തില്ല. മാം അപ്രാപ്യവ കൗന്ദേയ തഥോ യാന്തി അധമാം ഗതി. അവരെന്റെ അടുത്ത് വരാത്താതെ ഞാൻ അവരെ വീണ്ടും വീണ്ടും അധമമായ, നീചമായ യോനികളിൽ പ്രവേശിപ്പിച്ച് അവരെ കഷ്ടപ്പെടുത്തും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ തീരാ ദുരിതങ്ങളിലൂടെ ആയിരിക്കും അവര് പോകുന്നത്. ആസുരീം യോനി മാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യവ കൗന്ദേയ തഥോ യാന്തി അധമാം ഗതി. കൃത്യമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടാണ്. അപ്പം ഈ പൂർവികരുടെ എന്ന് പറയുമ്പം നമ്മൾ പൂർവികരാ ഒരു തരത്തിൽ. ആ പൂർവികർ നമ്മൾ ചെയ്ത ഫലമാണ്. അവിടെയാണ് വീണ്ടും ജ്ഞാനപ്പാന വരുന്നത്. വളരെ രസമാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്ത് രസമെന്ന് അറിയാമോ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. എന്തുകൊണ്ടാ കളിക്കുന്നത്? എന്തുകൊണ്ടാ? നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്. ഏത് തരത്തിലുള്ള പ്രവർത്തികളാണ്? ആ പ്രവർത്തികളിലൂടെയാണ് കളിക്കുന്നത്.
നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി, ദുരിതങ്ങളൊടുങ്ങി മനസ്സിന്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു. സുഹൃതം ചെയ്തു മേൽപോട്ടുപോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും എള്ളോളമില്ലവർ. സ്വർഗത്തിൽ പോയാലും കാര്യമില്ല, വീണ്ടും വരികയാണ്. അതുകൊണ്ടാണ് ശുദ്ധമായ ഭക്തിയുത സേവനം വേണമെന്ന് നമുക്ക് പറയുന്നത്. ഭഗവാന്റെ സേവകനായി കഴിഞ്ഞാൽ പിന്നെ സ്വർഗവും നരകവും ഒന്നും ഇല്ല. അങ്ങോട്ട് പോകേണ്ട, സമയവും നോക്കേണ്ട ആവശ്യമില്ല. ഏത് സമയമാണെങ്കിലും നമ്മുടെ നാവിൽ, നമ്മുടെ മനസ്സിൽ എന്ത് കാണും? എന്തുണ്ടാവും? ഭഗവാന്റെ സ്മരണ. ഭഗവാന്റെ സ്മരണയുണ്ടാവും. നമ്മൾ ഹരികൃഷ്ണ എന്ന് വിളിക്കും. എന്തുകൊണ്ടാ? നമ്മള് എപ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം എപ്പോഴും നമ്മൾ ജപിച്ചിരിക്കുന്നത് കൊണ്ട്, അത് നമ്മൾ ബൈ പ്രാക്ടീസ് ആയതുകൊണ്ട്, സാധന ചെയ്തുകൊണ്ട് ഏത് സമയത്തും നമ്മൾ അറിയാതെ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം നമുക്ക് ജപിക്കാൻ തോന്നും. ഏത് വേദന വന്നു കഴിഞ്ഞാലും, ഏത് സന്തോഷം വന്നു കഴിഞ്ഞാലും നമ്മൾ അറിയാതെ ആ ജപത്തിലോട്ട് പോകും. അപ്പം സുഹൃതം ചെയ്തു മേൽപോട്ടുപോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവുമുള്ളോളമില്ലവർ. ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അറിയാമോ? വായിച്ചാട്ടോ. പരിചോടകഞ്ഞിരുന്നിട്ട് ഭൂമിയിൽ. എടുക്ക്, അറിയാമെങ്കിൽ വായിച്ചോളൂ. ഉറക്കെ വായിച്ചാട്ടെ. നന്നൊരു ദുരിതത്തിൽ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കൽ പിറക്കുന്നു. ഒരു മിനിറ്റ്. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കൽ പിറക്കുന്നു. എന്താ ചണ്ഡകർമ്മങ്ങൾ? എന്താ കർമ്മം? എന്തോ ഗുണപ്രസന്നമായ, എന്താണ്? തമോ ഗുണപ്രസന്നമായ കർമ്മങ്ങൾ. എന്ത് കർമ്മം? മൃഗങ്ങളെ വധിക്കുന്നവർ. നിസ്സാരമായിട്ട് പറയണം, ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഇപ്പം ചണ്ഡാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം കഴിക്കും. ചണ്ഡകർമ്മങ്ങൾ, ഇത്തരം പ്രവർത്തികൾ, മറ്റു ജന്തുക്കളെ വേദനിപ്പിക്കുന്നവര്, പ്രത്യേകം എടുത്തോണം, മറ്റു ജന്തുക്കളെ വേദനിപ്പിക്കുന്നവർ എന്ത് ചെയ്യും? വായിച്ചേട്ട മാതാജി. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം അജവുമായിടുന്നു. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തുർഗമിയായി പിറക്കുന്നു. ഈറ്റൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിന്നത്രേ നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻഫലം ചെല്ലുമ്പോൾ. ഒരു മിനിറ്റ് മാതാജി, നോക്കൂ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളിൽ ഓരോന്നിലും. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ഓരോ ലോകത്ത് പോയി പറക്കും. പറഞ്ഞിട്ട് എന്താ? എങ്ങനെ? ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തു ഒരു കർമ്മങ്ങൾ തൻ ഫലം. അവൻ അതിന് ആ പാപകർമ്മങ്ങളുടെ ശിക്ഷണം, അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. പറയത്തില്ലേ? ഒരു ചൊല്ലുണ്ട്, നാട്ടിൽ നിന്ന് എപ്പോഴും പറയുന്നതാണ്. അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. കൊന്നാൽ പാപം, എന്താ പറയുന്നത് കേൾക്കുന്നത്? കൊന്നാൽ പാപം തിന്നാൽ തീരും. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എന്ന കാര്യം തന്നെ പറഞ്ഞ പാപങ്ങൾ തിന്നുന്നു. കൊന്നാൽ പാപം തിന്നു തീരും. വ്യത്യാസമുണ്ട്. അത് നമ്മൾ തന്നെ അർത്ഥം. മറ്റേത് ജസ്റ്റിഫിക്കേഷനാ. ആരോ പറഞ്ഞു. ഇപ്പം തമാശക്ക് ചിലർ പറയാറുണ്ട്, പിന്നെ നിങ്ങൾ മത്സ്യം, പിന്നെ അല്ലാതെ ഭഗവാൻ തന്നെ മത്സ്യം തൊട്ട് കൂട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്.
മനുഷ്യൻ തൊട്ട് കൂട്ടാനേ. എന്തോ പറഞ്ഞേ? ദശാവതാരം. അവതാരം അവതാരം മനുഷ്യൻ തൊട്ട് കൂട്ടാൻ. പിന്നെ അപ്പം ഭഗവാൻ അങ്ങനല്ലേ തുടങ്ങിയത്. എന്താ പിന്നെ നമുക്കെന്താ? നമ്മൾ മനുഷ്യൻ തൊട്ട് കൂട്ടുക ഇല്ലേ? തമാശക്ക് പറഞ്ഞതാ, തമാശക്ക് പറഞ്ഞ ആൾക്കാർ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മള് ചെയ്ത ഒരു കർമ്മങ്ങൾ തൻ ഫലം എന്ത് ചെയ്യും? ചെന്നിരുന്ന് ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്ത ഒരു കർമ്മങ്ങൾ തൻ ഫലം. നമ്മളത് തിന്നേ പറ്റത്തു. നമ്മൾ വെച്ച ആഹാരം നമ്മൾ തന്നെ കഴിക്കണം. ഇനി നമ്മളത് കഴിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത സാധനം നമ്മൾ തന്നെ കഴിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഇതല്ല നമ്മൾ കഴിക്കേണ്ട, മറ്റു 10 പേര് കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വിതരണം കൊടുക്കണം. കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ പ്രസാദമാക്കണം, നിവേദ്യമാക്കണം. അപ്പോഴാണ് നമ്മൾ 10 പേർ കൊടുക്കാൻ പറ്റുന്നത്. നിവേദ്യമാക്കാതെ യാതൊരു കാരണവശാലും ഒരാൾക്കും ഒരു അന്നദാനവും കൊടുക്കരുത്. നമ്മൾ പാപമാണ് കാണിക്കുന്നത്. കാര്യം നമ്മുടെ പാപം എടുത്താ കൊടുക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ 10 പേരെ വിളിച്ച് അന്നദാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അന്നദാനം ഞാനൊരു 10 പേരെ വിളിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് ഭക്ഷണം ഉണ്ടാക്കി നമ്മളങ്ങ് ഭഗവാന് നിവേദിക്കാതെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപകർമ്മങ്ങളെ കൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ ഇതിനെ, എൻ്റെ പാപത്തെ ഞാൻ ഈ ഭക്ഷണത്തിലാക്കി ആ ഭക്ഷണത്തെ ഞാൻ വിഭജിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ പാപകർമ്മങ്ങളെ ഞാൻ വിഭജിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നിസ്സാരമല്ല, സയൻസ് നിസ്സാരമല്ല. നമ്മൾ ചിന്തിക്കണം. മറ്റൊരു തരത്തിൽ നമ്മൾ പാപങ്ങൾ ഒരു സൈഡിൽ കൂടെ കുറയുന്നു, അങ്ങനെ വിഭജിച്ചു കൊടുത്ത് കുറയ്ക്കുകയാണെങ്കിലും മറ്റൊരു സൈഡിൽ കൂടെ ആ കൊടുത്തതിന്റെ ഫലം കൂടി നമുക്ക് കിട്ടും. വളരെ സങ്കീർണമാണ് കർമ്മഫലം എന്ന് പറയുന്നത്, വളരെ സങ്കീർണമാണ്. ഇത് സമയമുണ്ടെങ്കിൽ വായിക്കണം. ചെറുവള്ളൂരിന്റെ സായനീയം ഒരു പുസ്തകമുണ്ട്, ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ പശ്ചാത്തല പ്രശ്ന പരിഹാരം, ഇതൊക്കെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ ആരുടെയും കൈ കിട്ടത്തില്ല. സായനീയം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ താനെ സറണ്ടർ ചെയ്യും. ഭഗവാന്റെ മുന്നിൽ നമ്മൾ സറണ്ടർ ചെയ്യും. ഇത് ഇച്ചിരി മനക്കരുത്തുള്ളവരൊക്കെ ഇതൊക്കെ വായിക്കാൻ പാടുള്ളൂ, പ്രത്യേകം പറയാം. ഗാരുഡപുരാണം പോലെ ഇതൊക്കെ ഇച്ചിരി മനസ്സിന് ശക്തിയുള്ളവർ മാത്രമേ ഇതൊക്കെ വായിച്ചു മുന്നോട്ട് പോകാവൂ. ഇല്ലെങ്കിൽ വായിക്കരുത്. ഭഗവത്ഗീതയൊക്കെ വായിച്ചു മുന്നോട്ടങ്ങ് പോയാൽ മതി. കേൾക്കുന്നുണ്ടോ? എന്താ എവിടെ പറഞ്ഞു നിർത്തിയേ? തങ്ങൾ ചെയ്ത ഒരു കർമ്മഫലം. അപ്പം അവിടെ വരും. ആ കർമ്മങ്ങൾ നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പം പറഞ്ഞു വന്നത് അന്നദാനം. അപ്പൊ അന്നദാനം വരുമ്പം 10 പേർക്ക് കൊടുക്കുമ്പം നമ്മുടെ പാപങ്ങളെ നമ്മൾ വിഭജിച്ച് കൊടുത്തു. അതും ഒരു പാപം. വഴിയെ പോകുന്നവനെ പിടിച്ച് നമ്മുടെ പാപം കൂടെ കൊടുത്തു വിട്ടു. അവൻ ആഹാരം കിട്ടി, ശരിയാണ്, പക്ഷെ നമ്മുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് പോയി. എന്ത് ക്രൂരതയാ കാണിക്കുന്നത്. അതേസമയം എന്തിനാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അത് പ്രസാദമായിട്ട് കൊടുക്കുന്നത്? ഭഗവാന്റെ മുന്നിൽ കൊടുത്ത് ഭഗവാൻ അത് സ്വീകരിച്ച്, ഭഗവാനിൽ നിന്ന് നമുക്ക് പാപമല്ല കിട്ടുന്നത്, പിന്നെന്തോ കിട്ടുന്നേ? പുണ്യമേ ഉള്ളൂ. ഭഗവാന് തരാൻ പുണ്യമേ ഉള്ളൂ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, സച്ചിത്ത് ആനന്ദം, ഈ 3 തന്നെ ഭഗവാൻ തരാൻ പറ്റത്തുള്ളൂ. ഭഗവാൻ അതേ ഉള്ളൂ. കൃഷ്ണ ആരെയും ശപിക്കാനൊന്നും പോകത്തില്ല. പക്ഷെ കർമ്മങ്ങൾ അത് ഭഗവാൻ അത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഭഗവാന്റെ മുന്നിൽ നിവേദിച്ച്, ഭഗവാൻ സ്വീകരിച്ച്, ഭഗവാൻ ഭുജിച്ച്, അതിൻ്റെ അംശം, ഉച്ഛിഷ്ടം, അത് നിവേദ്യം, ആ ഗുണം നമ്മൾ അന്നദാനമായിട്ട് കൊടുക്കുമ്പം നിസ്സാരമല്ല. അവരെ മാനസികമായിട്ട് ഉദ്ധരിക്കും. അവരുടെ പാപങ്ങൾ കൂടി പോകും. മനസ്സിലാവുന്നുണ്ടോ? നിസ്സാരമല്ല ഹരേകൃഷ്ണ പ്രസ്ഥാനം ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അക്ഷയ തൃതീയയായിരുന്നു. അക്ഷയ തൃതീയയുടെ പ്രത്യേകത എന്താ?
എന്താണ് അഷ്ടസിദ്ധികളുടെ പ്രത്യേകത എന്തായിരുന്നു? ആ പറഞ്ഞാട്ട്. ക്ഷയം സംഭവിക്കാതെ. അക്ഷയം സംഭവിക്കാതെ. അതിന് നേരിട്ടുള്ള കുറെ ഉദാഹരണങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയെ ശുദ്ധ ഭക്തയെ അനുഗ്രഹിച്ചു. എന്താ ഏതായിരുന്നു? ആരെയായിരുന്നു? എന്തോ? ദ്രൗപദി. ദ്രൗപദി അമ്മയെ. ക്ഷയപാത്രം. ദ്രൗപദി അമ്മയെ ഒരു പാത്രം അങ്ങോട്ട് സമ്മാനിച്ചു കൊടുത്തു. ഒരു പാത്രം അങ്ങ് സമ്മാനിച്ചു കൊടുത്തു. ഇത് വെച്ചോ, കൈ വെച്ചു, ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. സർവ്വവിധ ഐശ്വര്യങ്ങളും കൊടുത്തു. ഒരിക്കല് പ്രഭുപാദര് ഈ അക്ഷയപാത്രമാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഭഗവാന്റെ കയ്യിൽ നിന്ന് നമ്മൾ അന്നം കിട്ടുക, ഭഗവാന്റെ അനുഗ്രഹത്തോടെ നമ്മൾ ആ പ്രസാദം നിവേദ്യം കഴിക്കുക, അങ്ങനെ നമ്മൾ ഉദ്ധരിക്കുക. ഒരിക്കലും ശീല പ്രഭുപാദര് സത്സംഗങ്ങളെല്ലാം കഴിഞ്ഞ സദ്യയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് വലിയൊരു ബഹളം. അപ്പം കാത് ശ്രദ്ധിച്ചപ്പോൾ പുറത്ത് കുട്ടികളുടെ ശബ്ദം കേൾക്കാം, പട്ടികളുടെ കരച്ചിലും കേൾക്കാം. പ്രഭുപാദര് ജനലിൽ കൂടെ നോക്കുമ്പം ഈ സദ്യ കഴിഞ്ഞ് കൊണ്ടിട്ട ഇലകള് കൊണ്ടിട്ട കൂമ്പാരമായിട്ടിരിക്കുന്ന സ്ഥലം, ആ ഇലകളുടെ മുകളിൽ ഒരു കൂട്ടം കുട്ടികളും ഒരു സൈഡിൽ ഒരു കൂട്ടം നായകൾ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പം ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇലയെ പട്ടികൾ കടിച്ചു വലിക്കുന്നു. ഈ നായകരുടെ വായിലിരിക്കുന്ന ഇലയെ ഈ കുഞ്ഞുങ്ങൾ പിടിച്ചു വലിക്കും. പട്ടിണി, വിശപ്പ്, ആരും കൊടുക്കാനില്ല. നോക്കണം, വളരെ ദയനീയമായ ഒരു രംഗം, വളരെ ദയനീയമായ രംഗം. പ്രഭുപാദരുടെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ടൊഴുകി. അന്ന് പ്രഭുപാദര് ഭക്തന്മാരെ വിളിച്ച് പറഞ്ഞു, ഓരോ ഇസ്കോൺ ക്ഷേത്രത്തിന്റെ, നമ്മുടെ ക്ഷേത്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല, ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അതാണ് ഇന്നും പ്രഭുപാദരുടെ ശിഷ്യന്മാർ സ്വീകരിച്ചു വരുന്നത്. ഇത്രയും ഇസ്കോൺ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് എല്ലാവരും പറയും, ഹരേ കൃഷ്ണ പ്രസാദം വരുന്നത്, അവർ ഭയങ്കര പ്രസാദം. എന്തുകൊണ്ടാണ്? ഇതാണ് ലക്ഷ്യം. ഒരാള് പോലും പട്ടിണി കിടക്കാൻ പാടില്ല. ഇവിടെ ആസുരീകമായിട്ടുള്ള ആ പ്രവർത്തികൾ കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ചെന്നിരുന്ന് ഭുജിക്കുന്നു തങ്ങൾ ചെയ്തു ഒരു കർമ്മങ്ങൾ തൻ ഫലം. ഒടുങ്ങിയിടുമതൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചാട്ടെ. ആസുരീം യോനിമാപന്ന മൂഢ ജന്മനി ജന്മനി മാം അപ്രാപ്യ ഇവ കൗന്ദേയ തതു യാന്തി അധമാം ഗതിയും. ഒന്ന് വായിച്ചാട്ടെ ഭാവാർത്ഥം. ആർക്ക് വായിക്കാം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചാട്ടെ. ഭഗവാൻ കാരുണ്യമൂർത്തി തന്നെ. ഭാവാർത്ഥം വൈഹി ശ്രീ ശീല പ്രഭുപാദ കീ ജയ്, അല്ലെങ്കിൽ ശീല പ്രഭുപാദ കീ ജയ് പറഞ്ഞിട്ട്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർ കീ ജയ്. ഭാവാർത്ഥം: ഭഗവാൻ കരുണാമൂർത്തി തന്നെ, എങ്കിലും അസുര പ്രകൃതക്കാരിൽ ഒരിക്കലും കനിയുകയില്ല എന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ഇവർ ജന്മം തോറും രാക്ഷസീയ ഗർഭങ്ങളിൽ പിറന്ന് ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ
അധികം അധികം അധപ്പതിച്ച് അവസാനം പൂച്ച, നായ, പന്നി ഉം, എന്നിവയുടെ ശരീരം കൈക്കൊള്ളും. ഉം. വരും കാല ജന്മങ്ങളിൽ ഒന്നിലും ഒരിക്കലും അവർക്ക് ഭഗവത് കരുണ ലഭ്യമാകാൻ ഇടയില്ലെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരക്കാർ നായ, പന്നി എന്നീ വർഗങ്ങളിലേക്ക് താഴ്ന്നു പോകുമെന്ന് വേദങ്ങളും പറയുന്നുണ്ട്. ഈ അസുരവർഗത്തോട് കനിവില്ലാത്ത ഈശ്വരനെ എങ്ങനെ സർവദയാലുവെന്ന് കരുതാമെന്ന് വാദം ഇവിടെ സംഗതമത്രേ. വേദാന്ത സൂത്രത്തിൽ അതിന് ഉത്തരം കാണാം. ഭഗവാന് ആരോടും വിദ്വേഷമില്ല. അസുരഗണങ്ങളെ ജീവിതത്തിന്റെ ഭഗവാന്റെ കനിവിന് ഒരു ഉദാഹരണം മാത്രമാണ്. ചിലപ്പോൾ അദ്ദേഹം ആസുര സ്വഭാവികളെ നിഗ്രഹിക്കുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ. ഭഗവാനാൽ കൊല്ലപ്പെട്ടവൻ മുക്തി നേടുന്നു എന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രാവണൻ, കംസൻ, ഹിരണ്യകശിപു എന്നിവരെ കൊല്ലുന്നതിനായി ഭഗവാൻ പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുള്ളതായി ഉദാഹരണങ്ങളും ഉണ്ട്. തന്നാൽ കൊല്ലപ്പെടുവാൻ ഭാഗ്യമുണ്ടായ ആസുര സ്വഭാവികളോട് അദ്ദേഹം കനിവ് കാണിച്ചു. കുറച്ച് പേരോട് അദ്ദേഹം ഏത് തരത്തിലുള്ള ആൾക്കാരോട് അവര് പൂർവ്വജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തു. നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഭഗവാൻ നേരിട്ട് ഇടപെട്ട് അവർക്ക് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലാതെ ആ തെറ്റുകൾക്ക് വീണ്ടും അതിനകത്ത് ശ്രദ്ധിക്കണം. ചെറിയൊരു തെറ്റിന് പോലും ഇത്രയധികം ശിക്ഷ അനുഭവിക്കാൻ ഇടയായി. ഇല്ലേ? ആയോ അല്ലേ? അതെ പ്രഭു, അതെ. ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. വളരെ വരികൾക്കിടയിലൂടെ തന്നെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇന്ന് നമ്മുടെ നാവിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത്, നന്മ ചെയ്യണ്ട എന്നല്ല, നന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്യരുത്. പാപത്തെ പിടിച്ച് തന്റെ ജീവിതത്തിലേക്ക് കയറ്റിവെക്കരുത്. മിനിമം അതെങ്കിലും നമ്മൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. നന്മ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ പാപം ചെയ്യാതിരിക്കുക, മറ്റുള്ള പാപങ്ങളെ നമ്മൾ പിടിച്ചു വെക്കാതിരിക്കുക എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചെറിയ തെറ്റ് ചെയ്തതിന് ശേഷം വേണ്ടി മാത്രം. എന്നിട്ടും മാണ്ഡവ്യമുനിയുടെ കഥ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അണിമാണ്ഡവ്യൻ അല്ലേ? പറഞ്ഞിട്ടുണ്ടാവും. ഹരേ കൃഷ്ണ, ഞാൻ പുതിയ ആളാണ്. പ്രഭു ഒന്നുകൂടൊന്ന് പറയുമോ? ഓക്കെ, എന്തായാലും അത് പറഞ്ഞങ്ങ് നിർത്താം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച നോക്കാം. മാണ്ഡവ്യമുനി, അണിമാണ്ഡവ്യം എന്നാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. മാണ്ഡവ്യമുനി ഇപ്പം കുറെ പേര് ഇങ്ങനെ ഓടി വരികയാണ്. ഓടി ഇങ്ങനെ സമയത്ത് കുറെ ഭടന്മാരും ഉണ്ട്. അപ്പൊ ഇവര് നോക്കുമ്പം ഒരു മുനി ഇരുന്ന് തപസ് ചെയ്യുന്നു. അടുത്ത ആശ്രമമുണ്ട്. ആശ്രമത്തിൽ കീറിയും വിളിച്ചു. ഇപ്പം മുനിയുടെ ആശ്രമമായോണ്ട് ആരും വരത്തില്ലല്ലോ. ഇന്ന് കാവിധാരികള് അവരുടെ ആ വേഷത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് പോലെ ചിന്തിച്ചു, അങ്ങനെ ഉണ്ടാകാം. അപ്പം എന്ത് ചെയ്തു? ഭടന്മാരെ വിളിച്ച്, അപ്പം ഈ സന്യാസിയുടെ ആൾക്കാരാണ് ഈ കള്ളന്മാരും എന്ന് പറഞ്ഞിട്ട് ഈ കള്ളന്മാരെയും സന്യാസിയെയും എടുത്തുകൊണ്ട് പോയി രാജാവിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഇവരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞു. ഇത് വേഷം കെട്ടി, മുനിവേഷം കെട്ടി നിൽക്കുന്ന കള്ളൻ, മറ്റത് കള്ളന്മാര് ഡയറക്റ്റ് കള്ളവേഷം തന്നെ എന്ന് പറഞ്ഞു. ഇവരുടെ തലവനാണ് ഈ മുനി എന്ന് പറഞ്ഞ് സമർത്ഥിച്ചു. അവസാനം എന്ത് ചെയ്തു? ഇവരെ എല്ലാരെയും പിടിച്ച് ആണി കയറ്റി നിർത്താൻ പറഞ്ഞു. തറച്ച് ഭിത്തിയിലോട്ട് ശൂലം തറച്ച് ശൂലത്തിൽ നിർത്താൻ പറഞ്ഞു. അങ്ങനെ മുനിയെ ഉൾപ്പെടെ ശൂലത്തിൽ നിർത്തി. അന്നേരം മുനി ഒന്നും വേണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, അബദ്ധം മനസ്സിലായത്. ഇത് വടന്മാര് പറഞ്ഞത് തെറ്റാണ്, ഇത് യഥാർത്ഥത്തിൽ മുനി തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് താഴെ നിർത്തി ക്ഷമ പറഞ്ഞു. ഈ ശൂലം ഊരാൻ നോക്കുമ്പം ഊരി തീരുന്നില്ല. അവസാനം 2 സൈഡും മുറിച്ചു. അപ്പൊ ശേഷകാലം അകത്ത് ഈ ആണിയുമായിട്ട് നടന്നു. നേരെ യമധർമ്മന്റെ അടുത്ത് എത്തി. ഇവിടുത്തെ താമസമൊക്കെ കഴിഞ്ഞ് നേരെ യമധർമ്മന്റെ അടുത്ത് ചെന്നു. പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം സാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ എൻ്റെ ഈ
അവസാന കാലങ്ങള് ഞാൻ വളരെയധികം ദുഃഖം അനുഭവിച്ചു, വേദന അനുഭവിച്ചു. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നെഞ്ചിൽ ഞാൻ ആണിയിരുന്നു. പല കഥകളെല്ലാം വിവരിച്ചു കൊടുത്തു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലേശം അനുഭവിച്ചത്? ഹേ രാജൻ, പറഞ്ഞു തരൂ. ചിത്രഗുപ്തനെ വിളിച്ചു, സെക്രട്ടറിയെ വിളിച്ചു, നോക്കാൻ പറഞ്ഞു. പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാ പറഞ്ഞു. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? കുട്ടിക്കാലത്ത് ഈ തുമ്പിയെ പിടിക്കുമായിരുന്നു. തുമ്പിയെ പിടിച്ചിട്ട് അതിന്റെ ഭ്രഷ്ടത്തില് സൂചി കുത്തി പടയും. അങ്ങനെ ആനന്ദം കാണുമായിരുന്നു, സന്തോഷം കാണുമായിരുന്നു. ഞെട്ടിപ്പോയി മുനി. അറിയാൻ വയ്യാത്ത കാലത്ത് ഭാഗവതം പറയുന്നുണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, 7-8 വയസ്സ് വരെ ചെയ്യുന്ന പാപങ്ങളെ പാപങ്ങളായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം ആ പ്രായത്തിൽ ചെയ്തതിന് ഇത്രയും വലിയൊരു ശിക്ഷയോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോ ഇതൊക്കെ നമ്മുടെ പാപകർമ്മങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ നന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പാപത്തെ പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. വാഞ്ചാകൽപതരൂപ്യ കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.